കാരണം അത് പാറുണ്ട്. അടുത്ത ആഴ്ച പോയിട്ട് നമ്മൾ ഡേറ്റ് വാങ്ങാം. മലപ്പുറം നഗരസഭയുടെ മാലിന്യ സംസ്കരണ രംഗത്ത് ഏറെ സന്തോഷമുള്ള ഒരു ദൗത്യത്തിൻ്റെ ദിനത്തിനും സന്ദർഭത്തിനുമാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. KSWMP പദ്ധതി പ്രകാരം സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പിലാക്കുന്ന കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം നഗരസഭയിൽ ഉണ്ടായിരുന്ന ഇങ്കൽ വ്യവസായ പാർക്കിനടുത്ത പുളേറ്റിങ്ങൽ ട്രെഞ്ചിങ് ഗ്രൗണ്ട് പുതിയ കാലഘട്ടത്തിനനുസൃതമായി ബയോ എർത്തിങ് നടത്തി, ബയോ മൈനിങ് നടത്തി ഇവിടെ നിന്ന് മാലിന്യങ്ങളെ വേർതിരിച്ച് പുതിയ ഒരു രൂപത്തിലേക്ക് മാറ്റുന്ന പ്രോസസ്സിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യഘട്ടം പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചു. അതിൻ്റെ അവസാന ഘട്ടത്തിൽപ്പെട്ട റീഫില്ലിംഗ് പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഈ പ്രദേശം പഴയ കാലഘട്ടങ്ങളിലെ മാലിന്യ കൂനയും മാലിന്യ കേന്ദ്രവുമായിരുന്ന പ്രദേശം പുതിയ മുഖത്തോടുകൂടി പുതിയ സ്വഭാവത്തിലേക്ക് ഈ പ്രദേശം പരുവപ്പെടുന്ന ഘട്ടത്തിലേക്ക് മാറുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന KSWMPയോട്, സംസ്ഥാന സർക്കാരിനോട്, ഇതിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരോടൊക്കെയും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പുതിയൊരു മാലിന്യ സംസ്കരണ രംഗത്തും അതിൻ്റെ വാല്യൂ ആഡഡ് രംഗത്തുമൊക്കെ മാലിന്യാധിഷ്ഠിതമായിട്ടുള്ള മറ്റു മാറ്റങ്ങൾ മാലിന്യാധിഷ്ഠിത വ്യവസായങ്ങൾ ഉൾപ്പെടെയുള്ളത് കൊണ്ടുവരുന്നതിന് വേസ്റ്റ് ബേസ്ഡ് പ്രോജക്റ്റുകളുടെയൊക്കെ ഒരു ഘട്ടത്തിന് നമുക്ക് തുടക്കം കുറിക്കാം. KSWMPയുടെ തന്നെ സഹകരണത്തോടു കൂടി ഈ പ്രദേശം മാറ്റങ്ങളോടുകൂടിയ ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്സിനുള്ള വലിയ പ്രോജക്റ്റ് ഇൻ പ്രിൻസിപ്പിൾ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ പദ്ധതി നമ്മൾക്കിവിടെ കൊണ്ടുവരണം. ആളുകൾ കാണുന്നതിനും വരുന്നതിനുമൊക്കെ മടിച്ചിരുന്നൊരു പ്രദേശം, തെരുവ് നായ്ക്കളും വന്യമൃഗങ്ങളൊക്കെ വിഹരിച്ചിരുന്നൊരു പ്രദേശം ആളുകൾക്ക് കണ്ണിന് കുളിർമയുള്ളതും വന്ന് കണ്ടിരിക്കുന്നതിന് ഇഷ്ടപ്പെടുന്ന ഇടവുമായി മാറുക എന്നുള്ള വലിയൊരു ചേഞ്ച് പ്രോസസ്സിന് നമ്മുടെ കേരളത്തിൽ തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ മലപ്പുറം നഗരസഭയിൽ ഇത് നല്ല രീതിയിൽ പൂർത്തീകരിക്കാനാവുന്നു എന്നുള്ളതിന് ഞാൻ KSWMPയുടെ ഉദ്യോഗസ്ഥരോട്, ഇത് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് മനസ്സ് നിറഞ്ഞ മലപ്പുറം നഗരസഭയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്.